ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്ന് മൈ ഫ്രോക്സിൽ ഞാൻ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കിൻ്റെ ട്യൂട്ടോറിയലാണ് കാണിക്കുന്നത്. ഇതൊരു പെറ്റിക്കോട്ട് ഫ്രോക്കാണ്. 2 മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയുടെ അളവിലാണ് ചെയ്തിരിക്കുന്നത്. പെറ്റിക്കോട്ട് തയ്ക്കാൻ അറിയാവുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന മോഡലുള്ള ഒരു ഫ്രോക്കാണിത്. വളരെ ഈസി ആയിട്ടും വളരെ ഭംഗിയായിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണിത്. നമുക്കിനി ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ടോപ്പിനുള്ള തുണി നോക്കാം. ടോപ്പിൻ്റെ ഇത് 2 പീസ് തുണിയുണ്ട്. ഫ്രണ്ടും ബാക്കുമായിട്ട് 2 പീസ് തുണിയുണ്ട്. ഈ തുണിയുടെ വീതി 13 ഇഞ്ചാണ് ഒരു പീസിന്. അപ്പോൾ 2 പീസും കൂടി 26 ഇഞ്ച് വീതി വരും. അതുപോലെ തന്നെ തുണിയുടെ നീളം 9.5 ഇഞ്ച് നീളമാണുള്ളത്. എനിക്കിവിടെ വേണ്ടത് 8.5 ഇഞ്ചാണ്. ടോപ്പിൻ്റെ നീളം ലെങ്ത് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. സീം അലവൻസ് കൂടെ കൂട്ടി 9.5 ഇഞ്ച് എടുത്തിരിക്കുന്നു. ഈ ക്ലോത്തിനെ നമ്മൾ കൃത്യം പകുതിയായിട്ട് മടക്കുന്നു. കണ്ടോ, ഇപ്പോൾ നമ്മൾ 4 പീസുള്ള തുണിയാണിത്. ഇനി ഇത് കട്ട് ചെയ്യാത്ത പോർഷനാണ്. ഇവിടെ നിന്ന് നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് പോകുന്നു. അപ്പോൾ ആദ്യം ഞാൻ കഴുത്തിൻ്റെ അകലമാണ് എടുക്കുന്നത്. കഴുത്തിൻ്റെ അകലം ഞാനിവിടെ 2 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കവും 2 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതൊരു ബോക്സായിട്ട് വരച്ചു. അതിനുശേഷം ഷോൾഡർ വന്നിട്ട് 4.25 ഇഞ്ച് എടുക്കുന്നു. ഇവിടെ പെറ്റിക്കോട്ട് മോഡലായതുകൊണ്ട് എല്ലാം തന്നെ മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്പം 4 മതി. ഞാൻ 4.25 തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അവിടെ നിന്നും നേരെ താഴെയായിട്ട് കൈക്കുഴി 4.25 ഇഞ്ച് എടുത്തിരിക്കുന്നു. അതും എന്നിട്ട് നമ്മളൊരു ബോക്സായിട്ട് വരയ്ക്കുന്നു. നമ്മൾ കഴുത്തും സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്യുന്നതിനായിട്ട് ഇങ്ങനെ കർവായിട്ട് വരയ്ക്കുന്നു. ആം ഹോളിൻ്റെ തൊട്ട് താഴെയായിട്ട് വണ്ണം നമ്മൾ മാർക്ക് ചെയ്യുന്നു. ചെസ്റ്റിൻ്റെ അളവ് 5.25 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ടോട്ടൽ 23 ഇഞ്ച് വണ്ണമാണുള്ളത്. അപ്പോൾ അതിൻ്റെ 4/1 5.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ബാക്കി ഇവിടെ 1 ഇഞ്ചോളം വരുന്നത് സീം അലവൻസ് ആയിട്ട് കിടക്കുന്നു. അതുപോലെ വേസ്റ്റിൻ്റെ പോർഷൻ വന്നിട്ട് 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ചിൽ വേസ്റ്റിൻ്റെ ഭാഗവും ഞാൻ ഈ സെയിം ചെസ്റ്റിൻ്റെ അതേ അളവ് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. 5.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ടിത് ഇങ്ങനെ ഒരു കർവായിട്ട് വരയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെയുമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒത്തിരി കട്ട് ചെയ്ത് കളയുന്നില്ല. ഇത് സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. നമ്മൾ നൂർക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഫ്രണ്ടും ബാക്കുമായിട്ട് 2 പീസ് ഉണ്ട്. ബാക്കിൽ ഓപ്പണിംഗ് വേണം എന്നുള്ളവർക്ക് ബാക്കിലൊരു 2-2.5 ഇഞ്ച് താഴേക്ക് ഇങ്ങനെ ഓപ്പൺ കട്ടിങ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ പടി വെച്ച് അകത്തേക്ക് മടക്കി അടിച്ച് ഹുക്ക് വല്ലതും വെച്ചാൽ മതി. ഇപ്പോൾ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ടാണ് വേണ്ടത്. ഇതാണ് സ്കേർട്ടിനുള്ള ക്ലോത്ത്. സ്കേർട്ടിന് ഇത് ഫ്രണ്ടും ബാക്കുമായിട്ട് 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഞാൻ. കണ്ടോ, ഇതിൻ്റെ വീതി വന്നിട്ട് 36 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ്. ഫുൾ വീതി എടുത്തിരിക്കുന്നു. പിന്നെ ലെങ്ത്, അതായത് സ്കേർട്ടിന് വേണ്ട ലെങ്ത് 13 ഇഞ്ചാണ് ഞാൻ ക്ലോത്തിന് എടുത്തിരിക്കുന്നത്. എനിക്ക് വേണ്ടത് 11.5-12 ഇഞ്ചോളം മതി. ബാക്കി സീം അലവൻസ് ആയിട്ട് ആണ് 13 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ ഷോൾഡർ തമ്മിൽ തയ്ച്ച് പിടിപ്പിക്കുക. ഷോൾഡർ ഇവിടെ തയ്ച്ചിട്ടുണ്ട്. 2 ഷോൾഡറും തയ്ച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ഈ ആം ഹോള് ഇതേപോലെ ഡബിൾ ഫോൾഡ് കൊടുത്ത് ചെറുതായിട്ട് ഫോൾഡ് ചെയ്യുക. വളരെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഇതിൽ കൂടി തയ്ച്ചു പോവുക. അതുപോലെ 2 ആം ഹോളും അതുപോലെ തന്നെ കഴുത്തും. ഇവിടെ കഴുത്തിൻ്റെ ഭാഗവും കൈയുടെ ഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ബാക്കിൽ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒന്നുകിൽ മടക്കി തയ്ക്കാം, അല്ലെങ്കിൽ വേറൊരു തുണി വെച്ച് പടി വെച്ച് തയ്ക്കുകയോ സിബ് വെക്കുകയോ ഹുക്ക് വെക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അത് കാണിക്കുന്നില്ല. സംശയമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഇത് സ്കേർട്ടിൻ്റെ പീസാണ്. ഇനി ഇപ്പോൾ സ്കേർട്ടിൻ്റെ പീസ് വന്നിട്ട് ഇതും ഞാൻ 2 സൈഡും കൂട്ടി തയ്ച്ചിട്ടില്ല. 2 പീസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഫ്രണ്ടും ബാക്കുമായിട്ട്. അപ്പോൾ ഓരോ പീസും ഈ ഫ്രണ്ട് പീസിലേക്ക് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഞുറുവിട്ട് തയ്ച്ച് പിടിപ്പിക്കുക. അകവും പുറവും മാറാതെ ശ്രദ്ധിക്കുക. ഇതേപോലെ ഞുറുവിട്ട് ഈ പീസിലേക്ക് ഫുള്ളായിട്ട് ഈ പീസ് ഇവിടെ വരെ എൻഡ് ചെയ്യത്തക്ക രീതിയിൽ ഞുറുവിട്ട് തയ്ച്ച് പിടിപ്പിക്കുക. ഇതേപോലെ തന്നെ ബാക്ക് പീസിലും ഇതുപോലെ ഞുറുവെടുത്ത് 2ാമത്തെ പീസും തയ്ച്ച് പിടിപ്പിക്കുക. ടോപ്പ് വെക്കുക. ടോപ്പിൻ്റെ ഒരു പീസ് വെക്കുക. അതിൻ്റെ മീതേക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ പീസ് വെക്കുക. സ്കേർട്ടിൻ്റെ പീസ് ഇതുപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചോളം ഞുറിവ് കൊടുക്കണ്ട, നമുക്ക് കൂട്ടി തയ്ക്കാനുള്ളതാണ്. അതിനുശേഷം ഇതേപോലെ ചെറിയ ഞുറിവിട്ട് പ്ലീറ്റ്സ് ഇട്ട് തയ്ച്ച് പിടിപ്പിക്കുക. അടുപ്പിച്ച് ഞുറിവ് കൊടുക്കുക. വലിയ പ്ലീറ്റ്സ് വേണ്ടവർക്ക് വലുത് കൊടുക്കാം. ചെറിയ പ്ലീറ്റ്സാണ് ഒന്നുകൂടി ഭംഗി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇതുപോലെ കൈകൊണ്ട് പിടിച്ച് വെച്ച് ഞുറിവ് തയ്ച്ച് പിടിപ്പിക്കുക. ഇതുപോലെ 2 പീസിലും തയ്ച്ച് പിടിപ്പിക്കുക.
ഇപ്പോൾ ഞാനവിടെ പ്ലീറ്റ്സ് ഇട്ട് അടിച്ചിട്ടുണ്ട് കണ്ടോ. രണ്ട് സൈഡിലും, രണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് വെച്ച് ആദ്യം തയ്ച്ചു. അതിനുശേഷം ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ട് പീസിലും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ ആം ഹോൾ തൊട്ട് താഴെ വരെ കൂട്ടി തയ്ക്കുക. ഇതുപോലെ മറു സൈഡും കൂട്ടി തയ്ക്കുക. രണ്ട് സൈഡും അതുപോലെ തന്നെ കൂട്ടി തയ്ക്കുക. അതിനുശേഷം താഴത്തെ ഭാഗം ഇങ്ങനെ മടക്കി തയ്ക്കുക. ഇവിടെ ഞാൻ ഫ്രോക്കിൻ്റെ രണ്ട് സൈഡും തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ താഴത്തെ ഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൂടുതൽ ഭംഗി ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനിവിടെ ഒരു ലേസ് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ലേസാണ്. നമുക്ക് സിംഗിളായിട്ട് മുറിച്ചെടുത്തും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഉടുപ്പിൻ്റെ താഴെയും ഈ ലേസ് വെച്ച് ഇവിടെ കൂടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ വേസ്റ്റിൻ്റെ പോർഷനിൽ ഫ്ലവർ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയും ഈ ചെറിയ ലേസ് റെഡ് കളറിലുള്ളത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.